അരിക് ഒരു 1.5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് KSFDCയുടെ. അതിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട സിനിമയാണ്. അത് 90 സ്ക്രിപ്റ്റിൽ നിന്ന് ഒന്നാമതെത്തിയ ഒരു സ്ക്രിപ്റ്റ്. അതിൻ്റെ പല പ്രോസസ്സിലൂടെ കടന്നുപോയി നമ്മൾ സെലക്ട് ആവുകയാണ് ചെയ്തത്. അതിലേറ്റവും സന്തോഷമുണ്ടാക്കിയൊരു കാര്യം, നമ്മളെയൊക്കെ വിട്ടുപോയ മലയാളത്തിലെ ഏറ്റവും വലിയ തിരക്കഥാകൃത്ത് എന്ന് പറയാവുന്ന ജോൺ പോൾ സാറ് ജൂറി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ്, ആ ജൂറിയാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത്. ഡോക്ടർ ബിജു, ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ, ഷെറി, ഡയറക്ടർ ഷെറി ഉൾപ്പെടെയുള്ള സമിതി ഒന്നാമത് ആയിട്ട് സെലക്ട് ചെയ്ത സിനിമയാണ്, അതിൻ്റെ സ്ക്രിപ്റ്റാണിത്. ആ സിനിമയുടെ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലൊക്കെ കുറച്ച് സമയമെടുത്താണ് ചെയ്തത്. കേരളത്തിലും ഉത്തർപ്രദേശിലും ലക്നൗവിലുമായിട്ട് 2 ഷെഡ്യൂളുകളിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഇത് സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പം, ഇൻഡസ്ട്രിയിൽ നമ്മൾ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ ബഡ്ജറ്റിലുള്ളൊരു സിനിമയാണ് ആ രീതിയിൽ ആലോചിച്ചാൽ. പക്ഷേ ഈ സിനിമയുടെ ഒരു കഥയും അതിൻ്റെ പശ്ചാത്തലവും എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ ഈ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിയത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിനും KSFDCക്ക് ഈ റിലീസിൻ്റെ ഈ ദിവസം ഞാൻ നന്ദി പറയുന്നു. KSFDC ചെയർമാൻ ഉൾപ്പെടെ, ഫിലിം ഓഫീസർ, ഫിനാൻഷ്യൽ ഓഫീസർ ഉൾപ്പെടെ എല്ലാവരും, അതുപോലെ തന്നെ അതിൻ്റെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൽ ഒരാളായിട്ടുള്ള S. മുരുകനാണ് അതിൻ്റെ ലൈൻ പ്രൊഡ്യൂസറായിരുന്നത്. അപ്പോൾ ഷൂട്ടുമായി ബന്ധപ്പെട്ട് മുരുകൻ അണ്ണനുമായിട്ട് വളരെ നല്ല രീതിയിലാണ് ഞാൻ രാവിലെ ഇപ്പം വരുമ്പോൾ വിളിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഇതിലെ ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇർഷാദ്, സെന്തിൽ, ധന്യ, റോണി ഡേവിഡ് രാജ്, പിന്നെ ശാന്തി ബാലേന്ദ്രൻ, അങ്ങനെയുള്ള നടീനടന്മാരും പിന്നെ ധാരാളം മലയാളത്തിലെ നമുക്ക് വളരെ പരിചിതരായിട്ടുള്ള നിരവധി ആർട്ടിസ്റ്റുകളും പിന്നെ ഒരുപാട് പുതുമുഖങ്ങളൊക്കെയുള്ള സിനിമയാണ്. 1 മണിക്കൂർ 50 മിനിറ്റുള്ള സിനിമയാണ്. സിനിമ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും, ഇപ്പോൾ ഞാൻ ഇതിനകം നമ്മൾ കഴിഞ്ഞൊരു മാസത്തിനിടയിൽ ഇതിൻ്റെ മാർക്കറ്റിങ്ങും പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ആ രീതിയിലുള്ളൊരു അറ്റൻഷൻ മാധ്യമങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ പോസ്റ്റർ റിലീസ് അടക്കമുള്ള കാര്യങ്ങൾ മുതൽ. അപ്പോൾ തുടർന്നും സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്ന എല്ലാവരും സഹപ്രവർത്തകരാണ്, പലരും പരിചയമുള്ളവരാണ്. ഷബന എല്ലാവരും ഇവിടെ ഉണ്ട്, ഷീനയുണ്ട് ഞങ്ങളുടെ റിപ്പോർട്ടർ. അപ്പം ഒക്കെ നമ്മൾ അങ്ങോട്ടും അറിയാവുന്നവരാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം. എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം.